മുനമ്പം വിഷയത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കി. നിയമനം നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച്. സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് കമ്മീഷൻ. കമ്മീഷന്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. ഇപ്പോൾ കമ്മീഷന്റെ നിയമന സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി കമ്മീഷൻ മുമ്പോട്ട് പോകേണ്ടതില്ല. ഗവൺമെന്റാണ് ഇനി തീരുമാനിക്കട്ടെ. ഗവൺമെന്റ് അപ്പീൽ കൊടുക്കണോ എന്ത് വേണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. അപ്പീൽ പോകാൻ സർക്കാർ. ആശമാരുടെ സമരം മൂന്നാം ഘട്ടത്തിലേക്ക്. വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാരം. പോരാട്ട വീര്യം കാട്ടി സെക്രട്ടേറിയറ്റ് ഉപരോധം. കൊടും ചൂടിൽ തളർന്നു വീണ സമരക്കാർ. ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ചു സർക്കാർ. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. യേശുദാസിന്റെ ഗുരുവായൂർ പ്രവേശനം തേടി ശിവഗിരി മഠം. മതത്തിന്റെ പേരിൽ പ്രവേശനം അനുവദിക്കാത്തത് കാലത്തോടുള്ള അനീതിയെന്ന് സ്വാമി സച്ചിദാനന്ദ. ഗുരുവായൂർ പേരിലും പൂജയിലും ആരാധനയിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും പ്രവേശനം കൊടുക്കണം. യേശുദാസ് പരം ഭക്തനായ ആളാണ്. ഞാൻ ഗുരുവായൂർ ഒരു ദിവസം പോകുന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയ ആളല്ല. ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് അടുത്ത മാസം പ്രക്ഷോഭം. CPM നേതൃത്വത്തോട് പോർമുഖം തുറന്ന ജി സുധാകരൻ. താൻ മന്ത്രിയായിരുന്നപ്പോൾ അനുമതി നൽകിയ പാലങ്ങളുടെ നിർമ്മാണ പുരോഗതി പരിശോധിച്ചു. തുടർ ഭരണത്തിന് കാരണം തന്റെ കാലത്തെ വികസനമെന്ന് സുധാകരൻ. മുൻ പൊതുമരാമത്ത് മന്ത്രിയുടെ നീക്കം സൈബർ ആക്രമണത്തിന് പിന്നാലെ. കളമശ്ശേരി കഞ്ചാവ് കേസിൽ അനുരാജ് പണം വാങ്ങിയത് ഗൂഗിൾ പേ വഴി. അന്വേഷണം തുടരുന്നു. കൂടുതൽ അറസ്റ്റിന് സാധ്യത. ലഹരി യുവാക്കളിൽ അക്രമവാസന കൂട്ടുന്നു എന്ന് മുഖ്യമന്ത്രി. ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു.